നമസ്കാരം, ഹെൽത്ത് ആൻഡ് ഗ്ലോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ടിപ്പുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. കാരണം എല്ലാവരുടെയും ആഗ്രഹമാണ് കൈകളും കാലുകളും നല്ല മൃദുവും സുന്ദരവുമായി ഇരിക്കുക എന്നുള്ളത്. അതിനുവേണ്ടി ഒരുപാട് കഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ആ കഷ്ടപ്പാട് ഇനി നമുക്ക് മാറ്റാം. അതിനാവശ്യമായ 3 ടിപ്പുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിലേക്ക് പോയാലോ? ആദ്യത്തെ ടിപ്പിന് ആവശ്യമായ സാധനങ്ങൾ: പഞ്ചസാര, തക്കാളി. ഈ 2 ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് നമുക്ക് ആദ്യത്തെ സ്ക്രബ് തയ്യാറാക്കാം. ആദ്യം തന്നെ ഒരു തക്കാളി എടുത്തിട്ട് നല്ലപോലെ ജ്യൂസ് ആക്കുക. ശേഷം അതിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ ഒരു ബൗളിലേക്ക് മാറ്റുക. ഒപ്പം 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ആക്കുക. ഇത് നമുക്ക് നമ്മുടെ കയ്യിൽ പുരട്ടാവുന്നതാണ്. ഒരു 3 മിനിറ്റ് വരെ ഇത് നല്ലപോലെ സ്ക്രബ് ചെയ്യണം. ശേഷം നമുക്ക് സാധാ വെള്ളത്തിൽ കഴുകിക്കളയാം. നമ്മുടെ കൈകൾ മൃദുവാകാനും സുന്ദരമാക്കാനും ഈ സ്ക്രബ് വളരെ നല്ലതാണ്. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ടിപ്പ് നോക്കിയാലോ? ഇതിനാവശ്യമായ സാധനങ്ങൾ: യോഗട്ട്, മഞ്ഞൾപ്പൊടി. ഇനി തയ്യാറാക്കേണ്ട എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഒരു ബൗളിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ യോഗട്ടും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യുക. ഇത് നമുക്ക് കൈ കൊണ്ടോ അല്ലെങ്കിൽ ബ്രഷ് കൊണ്ടോ നമ്മുടെ കയ്യിൽ പുരട്ടി കൊടുക്കാവുന്നതാണ്. ഒരു 15 മിനിറ്റിന് ശേഷം കൈ കൊണ്ട് നല്ലപോലെ മസാജ് ചെയ്തിട്ട് തണുത്ത വെള്ളത്തിൽ കഴുകിക്കളയാവുന്നതാണ്. നമ്മുടെ കൈക്ക് ഒരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ തരാൻ ഈ ഒരു സ്ക്രബ് വളരെ നല്ലതാണ്. അപ്പോൾ നമുക്ക് മൂന്നാമത്തെ ടിപ്പിലേക്ക് പോയാലോ? ഈ ടിപ്പിന് ആവശ്യമായ സാധനങ്ങൾ: തക്കാളി, ചെറുനാരങ്ങ, ഗ്ലിസറിൻ. ഇനി എങ്ങനെ തയ്യാറാക്കേണ്ടത് നോക്കാം. തക്കാളി നല്ലപോലെ ജ്യൂസാക്കി മാറ്റിവെക്കുക. അതിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ തക്കാളി ജ്യൂസും 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീരും 1/2 ടേബിൾ സ്പൂൺ ഗ്ലിസറിനും ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്യുക. എന്നിട്ട് കയ്യിൽ പുരട്ടി കൊടുക്കാവുന്നതാണ്. ഒരു 15 മിനിറ്റ് ഇത് ഉണക്കാൻ വെക്കണം. അതിനുശേഷം നല്ല തണുത്ത വെള്ളത്തിൽ നമുക്ക് കൈകൾ കഴുകിക്കളയാവുന്നതാണ്. ഈ 3 ടിപ്പ് നിങ്ങൾ എന്താണെങ്കിലും ഉപയോഗിച്ച് നോക്കൂ. ഒരുപാട് എക്സ്പെൻസീവ് അല്ല, നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് തയ്യാറാക്കുന്നതാണ് ഈ 3 ടിപ്പും. എന്താണെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നമ്മുടെ കൈകൾ നല്ല മൃദുവും സുന്ദരവുമാക്കാൻ ഇത് വളരെ നല്ലതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. നന്ദി.